ക്രിസ്ത്യാനിയുടെ കാര്യം പോക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നത് എന്ന് വളരെ ഹ്രസ്വമായി അവരുമായി ഒന്ന് പങ്കിട്ടുകൊള്ളട്ടെ. ആരെങ്കിലും കഷ്ടത്തിലാകുന്നത്, പ്രയാസത്തിലാകുന്നത് നല്ലതല്ല. അങ്ങനെ ആകാതിരിക്കണം എന്ന താല്പര്യത്തിലാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു അവസ്ഥ, സാഹചര്യം യേശു പറയുന്നു. അന്ത്യകാലത്ത് പലരും എന്നോട് വന്ന് പറയും, കർത്താവേ കർത്താവേ, ഇതിൻ്റെ നാമത്തിൽ ഞങ്ങൾ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ ലോകം കീഴ്മേൽ മറിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇത് നന്നേ ചെറുപ്പകാലം മുതൽ എന്നെ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആളുകൾ യേശുവിനോട് ചെന്ന് അവകാശവാദം പറയുകയാണ്, നിൻ്റെ പേരിൽ ഞങ്ങൾ വലിയ വലിയ ക്രിയകൾ ചെയ്തിട്ടുണ്ട്. അവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് യേശു പറയുന്നില്ല. തൻ്റെ പേരിൽ അല്ല അത് ചെയ്തത് എന്നും യേശു പറയുന്നില്ല. അവരുടെ അവകാശത്തെ യേശു നിഷേധിക്കുന്നില്ല. പക്ഷെ ചെയ്യുന്നത് എന്താണ്? ചെയ്തത് മുഴുവൻ അധർമ്മമാണ് എന്ന് പറയുകയാണ്. ഇത് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വലിയ സത്യം അടങ്ങുന്ന സാഹചര്യമായതുകൊണ്ടാണ് ഒരുമിച്ച് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് പ്രസക്തവും പ്രയോജനവുമാണ് എന്ന് എനിക്ക് തോന്നുവാനിടയാകും. ഇങ്ങനെ യേശുവിൻ്റെ പേരിൽ പല വേലകളും വേലയിറക്കലും നടക്കുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് കേരളത്തിൻ്റെ അന്തരീക്ഷം ശബ്ദമുഖരിതമാണ്. ലോകത്തെമ്പാടും ഈ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ പന പോലെ തഴച്ചു വളരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മനുഷ്യജാതിക്ക് ദൈവീകമായ ഒരു മേന്മയോ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഉദവിയോ ഉണ്ടാകുന്നില്ല എന്നതും വളരെ പ്രകടമായ നിരാശാജനകമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നടക്കുന്ന പ്രസ്ഥാനങ്ങൾ മുഴുവനും, ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ദൗത്യങ്ങളും അഭ്യാസങ്ങളും വേലകളും വേലയിറക്കലുകളും എല്ലാം യേശുവിൻ്റെ പേരിലാണ്. യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇത് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എൻ്റെ ദീർഘനാളത്തെ അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുള്ളത്, ഇത് മനസ്സിലാക്കാനുള്ള താക്കോൽ സ്ഥിതി ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലാണ്. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ഈ അവകാശവാദവുമായി കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് യേശുവിൻ്റെ അടുത്ത് അന്ത്യകാലത്ത് വരുന്ന ആളുകൾ, അവർ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തു, ശരിയാണ്. പക്ഷേ അതിൻ്റെ ലക്ഷ്യം ദൈവ മാഹാത്മ്യമായിരുന്നില്ല, പിന്നെയോ സാത്താൻ സേവയായിരുന്നു, മാമോൻ സേവയായിരുന്നു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഈ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നത് മുഴുവനും മാമോൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ലക്ഷ്യമാക്കി മാത്രമാണ് എന്ന് നമുക്കറിയാം. അതിന് ഉതകുന്ന വിധത്തിൽ എന്തെല്ലാം മേമ്പടികൾ ചേർക്കണം, ഏതെല്ലാം നാടകങ്ങൾ കളിക്കണം,
ഏതെല്ലാം വിധത്തിൽ ജനങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ഭ്രമമുണ്ടാക്കണം എന്നത് വളരെ വിദഗ്ധമായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഈ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെന്ന് നാം തിരിച്ചറിയുന്നതിന് സഹായമായ ഒരു ഭാഗമാണിത്. അത്ഭുതം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ ദൃഷ്ടിയിൽ അത്ഭുതമാണ് എന്ന് നിർബന്ധമായും പതിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ നടത്തുന്ന കലാപരിപാടികൾ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിനോ ദൗത്യബോധത്തിനോ ഉതകുന്നതല്ല. യേശുവിൻ്റെ കണ്ണിൽ ഇങ്ങനെയുള്ളവർ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് എന്ന ഒരു യാഥാർത്ഥ്യം, വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം, ആരുടെയും ശ്രദ്ധയിൽ പെട്ടുപോകാതെ ഇരിക്കരുത് എന്ന വലിയ നിർബന്ധത്തിലാണ് ഇപ്രകാരം വളരെ നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു കുലുക്കുന്ന വിധത്തിൽ യേശു ഇത് പ്രസ്താവിച്ചിട്ടുള്ളത് എന്നത് വളരെ സ്പഷ്ടമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദീർഘനാളുകൾക്ക് മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് വളരെ പ്രശസ്തനാണ്, പക്ഷേ അത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ആഡം സ്മിത്ത് എന്നാണ്. അദ്ദേഹം 1759 എൻ്റെ ഓർമ്മ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്നാണ്. തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് ബൈ ആഡം സ്മിത്ത്. ഞാൻ ഈ ടൈറ്റിൽ വളരെ വ്യക്തമായി പറയുന്നതിൻ്റെ കാര്യം, ഇത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ. അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നൊരാശയമുണ്ട്. അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ എപ്പോഴെങ്കിലും മേന്മയുടെ അളവുകോൽ സാമ്പത്തികമായ നേട്ടം ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കണ്ണ് മനുഷ്യ മാഹാത്മ്യം കാണാതെ വണ്ണം അടഞ്ഞു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. If you accept money as the yardstick for measuring the worth of fellow human beings, you will become blind to his human merits and beauties. പിന്നെ ആ ഒരേ ഒരു കാഴ്ചപ്പാടിൽ കൂടെ മാത്രമേ നമുക്ക് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും മനുഷ്യൻ്റെ നേട്ടങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് വിലയിരുത്തുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാവരും ഓരോ സഭയിൽപ്പെട്ടവരാണല്ലോ. നിങ്ങൾ ഒരു സഭ അംഗമായിരിക്കെ തീർച്ചയായും നിങ്ങളൊരു 100 തവണയെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെട്ടു എന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതേത് സാഹചര്യത്തിലാണ് നിങ്ങൾ അവഗണിക്കപ്പെടുന്നത്? നിങ്ങളെക്കാൾ പണമുള്ള ആളുകൾ അവിടെ കടന്നു വരുമ്പോൾ സഭയുടെ കാർമ്മികത്വത്തിലിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ ആ വ്യക്തിയിൽ മാത്രമായിരിക്കും. എന്നാൽ ആ പണച്ചാക്കിനേക്കാൾ നിങ്ങൾക്ക് ആത്മീയമായ മേന്മയുണ്ടായിരിക്കും, ധാർമ്മികമായ വെളിച്ചമുണ്ടായിരിക്കും, ബൗദ്ധികമായ നേട്ടങ്ങളുണ്ടായിരിക്കും, സാംസ്കാരികമായ നന്മയുണ്ടായിരിക്കും. അതൊന്നും അവിടെ വിലപ്പോകുകയില്ല. അവിടെ ആകെയുള്ള ശ്രദ്ധ ഈ വന്നയാളിന് നിങ്ങളെക്കാൾ എത്ര ലക്ഷം അല്ലെങ്കിൽ ഒക്കുമെങ്കിൽ എത്ര കോടി രൂപ കൂടുതലാണ്. ഇപ്പോൾ ഭാരതത്തിൽ മാത്രം ജോലി ചെയ്ത ഒരു വ്യക്തി, എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു സഭയിൽ കടന്നു ചെല്ലുന്നു. അമേരിക്കയിൽ ജോലി ചെയ്ത ഒരു സഹോദരൻ അവിടെ കയറി വരും. ആർക്കായിരിക്കും അവിടെ വില? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഏതെല്ലാം മഹനീയമായ ദർശനം പ്രാപിച്ചവനാണെങ്കിലും, ബൗദ്ധികമായ എത്ര വളർന്നവനാണെങ്കിലും, ആധ്യാത്മികമായ അഭിരുചി വളർത്തുവാൻ എത്രമാത്രം അധ്വാനിച്ചവനാണെങ്കിലും എനിക്ക് ഒരു കാശിൻ്റെ വില ഉണ്ടാവില്ല. അമേരിക്കക്കാരൻ വന്നാൽ എൻ്റെ അടപ്പടൽ. ഞാൻ അമേരിക്കക്കാരെ കുറ്റം പറയുകയാണ് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഒരു യാഥാർത്ഥ്യം അടയാളപ്പെടുത്തുന്നു എന്നത് മാത്രം. എന്നാൽ ഇങ്ങനെയുള്ള വലിയ കസേര അന്വേഷിച്ചായിരിക്കുകയില്ല അമേരിക്കക്കാരനായ അബ്രഹാം അങ്ങോട്ട് കടന്നു വരുന്നത്. പക്ഷെ അവനെ കാണുമ്പോൾ അച്ഛൻ്റെയും മെത്രാൻ്റെയും കാണുന്ന ഉടനെ മാഞ്ചിപ്പോകും. അതൊരു യാഥാർത്ഥ്യമാണ്.
അവരെ ഞാൻ കുറ്റം പറയുകയില്ല. അതിൻ്റെ മർമ്മം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആഡം സ്മിത്തിൻ്റെ സഹായത്തോടു കൂടെ. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ മാഹാത്മ്യം അളക്കാനായി നാം അവരുടെ ഭൗതികമായ സമ്പത്താണ് മാനദണ്ഡമായി അംഗീകരിച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഫലമെന്താണ്? അതിൻ്റെ പരിണിത ഫലമെന്താണ്? മനുഷ്യൻ്റെ മറ്റൊരു മാഹാത്മ്യം കാണാൻ കഴിയാതെ വണ്ണം നാം അന്ധരായി പോകും. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു സത്യമാണ്. ഇപ്പോൾ യേശു യെരൂശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഭണ്ഡാരത്തിൽ ആളുകൾ അവരുടെ ഓഫർട്രി ഇടുന്നു, അവിടെ ദാനങ്ങളിടുന്നു. എന്തുകൊണ്ടാണ് ഒരു വിധവ അവിടെ വന്ന് അവരുടെ 2 ചില്ലിക്കാശിട്ടപ്പോൾ ആ സംഭാവനയുടെ മാഹാത്മ്യം യേശു പ്രത്യേകമായി എടുത്തു പറഞ്ഞ് അവിടെയുള്ളവരെ ഉത്ബോധിപ്പിച്ച എന്താണ്? നിലവിലിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച്, മനോഭാവം അനുസരിച്ച് അങ്ങനെ ഒരു വ്യക്തിയെ ആരും ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് മാത്രമാണ്. കാരണം അവരുടെ മനസ്സിലും മാമോൻ സേവ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാനുള്ള കണ്ണ് അവർക്കുണ്ടാകുകയില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ അന്ധരെ വിടുവിക്കാൻ വന്നു. അത് യേശുവാണ് പറയുന്നത്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എൻ്റെ അർത്ഥം, മനുഷ്യ മാഹാത്മ്യം അളക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ സ്വത്തും സമ്പാദ്യവുമാണ് അളവുകോൽ എന്ന ഈ സമൂഹം മനുഷ്യജാതി ആകമാനം ധരിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ അന്ധത, ബ്ലൈൻഡ്നെസ്, അതിൽ നിന്നാണ് മനുഷ്യരെ വിടുവിക്കാൻ ഞാൻ വന്നത്. അതിന് എനിക്ക് സാധ്യമാകണമെങ്കിൽ ആ ഒരു ഭ്രമത്തിൽപ്പെടാതെ ലോകം ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം എത്ര വലുതാണെന്നനുസരിച്ച് അവന് കൈയടിക്കുമ്പോൾ എൻ്റെ അഭിമാനം എന്താണ്? മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അങ്ങനെ തലചായ്ക്കാൻ ഇടമില്ലാത്തവന് മാത്രമേ ആത്മീയ അന്ധത പ്രാപിച്ച് മനുഷ്യരുടെ കണ്ണു തുറക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ആരും ഒരുപക്ഷെ നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിൻ്റെ പേരിൽ ഈ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തി പലരുടെയും അത്ഭുതത്തിൻ്റെ കയ്യടി വാങ്ങിച്ച ഇവർ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, വിട്ടുപോകൂ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രിസ്ത്യാനിയുടെ കാര്യം പോക്കാണ് എന്ന് പറയും. കാരണം അവൻ ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ അവന് ലഭിച്ചിരിക്കുന്ന ഏക പരിശീലനം മതമെന്നും ഭക്തിയെന്നും ദൈവബോധമെന്നും ആരാധനയെന്നും സഭാഭക്തി എന്നൊക്കെ പറഞ്ഞതിൻ്റെ മുഴുവൻ ആകത്തുക നിങ്ങളൊന്ന് അരിച്ചു പെറുക്കി നോക്കിയാൽ കിട്ടുന്ന ഒരേ ഒരു കാര്യം മാമോൻ എന്നത് മാത്രമാണ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും ആരാധിക്കുന്നത് പോലും ദൈവത്തിൻ്റെ നല്ല പുസ്തകത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നത് മുഴുവനും മാമോൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനാണ്. അത് ചെറുപ്പത്തിലേ പഠിപ്പിക്കും. നീ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയാൽ നിനക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഉടനെ ഒരു അച്ഛനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ഉപദേശിയെ കൊണ്ട് ഒരു ദൈവദാസനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചും വിടും. പിന്നെ പോകുന്ന വഴി അവിടെ ഒരു കുരിശ് മൂടുണ്ട്, അവിടെ കൊണ്ട് 5 രൂപ ഇട്ടേക്കാനും പറയും. അതോടുകൂടെ ജയിച്ചു. എന്ത് ജയിച്ചു? കർത്താവിൻ്റെ പേരിൽ 5 രൂപ ഇടാൻ പറയും. കർത്താവ് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? അങ്ങനെ നിങ്ങൾ ഏതും ഇപ്പോൾ നാം നമ്മുടെ സഭാപരമായ നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ സഭയിൽ കൂടെ നമുക്ക് ദൈവത്തോടുള്ള ആർദ്രത അല്ലെങ്കിൽ ആവേശം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? കൂടുതൽ മാമോൻ്റെ സമ്പാദ്യം വിട്ടിട്ടല്ലേ? അല്ലാതെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട്, വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച 5 താലന്തുകൾ അല്ലെങ്കിൽ 2 താലന്തുകൾ വേണ്ടതുപോലെ പ്രയോഗിച്ച് അത് വിപുലീകരിച്ച് ദൈവത്തോടുള്ള യഥാർത്ഥ നന്ദി പ്രകടിപ്പിക്കാൻ, ആത്മാർത്ഥമായ സത്യസന്ധമായി പ്രകടിപ്പിക്കാൻ കൂട്ടാക്കിയ ധന്യമായ ഒരവസ്ഥയോടുകൂടെ സഭയിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സഭാ ജീവിതത്തിൽ ഒരു അംഗീകാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? മിക്കവാറും അങ്ങനെയുള്ള ആളുകളെ ഒരു അല്പം ഈർഷ്യയോടുകൂടെയാണ് കാണുവാൻ സാധ്യത. അങ്ങനെയുള്ളവർ കയറി വന്നാൽ തട്ടുകേടാകും എന്നതാണ് നിലവിലിരിക്കുന്ന ഒരു ചിന്ത, കാഴ്ചപ്പാട്. എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട്
കഴിഞ്ഞ കാലങ്ങളിൽ സുവിശേഷങ്ങളെ ആസ്പദമാക്കി ഞാൻ നടത്തിയിട്ടുള്ള അന്വേഷണ പരമ്പരകളുടെ അനന്തരഫലമായി ഞാൻ പ്രാപിച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ തിരിച്ചറിവ്, ആത്മീയതയുടെ പരമോന്നത ലക്ഷ്യം മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ മനുഷ്യത്വത്തിൻ്റെ വിളക്ക് കൊളുത്തുക എന്നതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നസ്രയനായ യേശു. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് നാം പറയുന്നു. അർത്ഥമെന്ന് അറിഞ്ഞ് നാം അത് പറഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എന്തിൻ്റെ വെളിച്ചമാണിത്? മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമാണ്. മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയത് അതാണ്. അപ്പം അത് നമുക്ക് തിരിച്ച് കിട്ടുവാനായി ഇതാണ് മാർഗം. ആ വെളിച്ചം തിരിച്ചു കിട്ടാനായി നമ്മെ എന്ത് സഹായിച്ചാലും, സാഹിത്യമായിക്കൊള്ളട്ടെ, ശാസ്ത്രമായിക്കൊള്ളട്ടെ, ദാർശനികതയായിക്കൊള്ളട്ടെ, സംഗീതമായിക്കൊള്ളട്ടെ, അത് എനിക്ക് സ്വീകാര്യമാണ്. അതിന് ക്രിസ്തീയമായ ലേബലുണ്ട്, സഭയുടെ മുദ്രയുണ്ട് എന്നൊന്നും ഞാൻ നോക്കാറില്ല. ചില സിനിമാ പാട്ടുകളിൽ കൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയമായ ചില ചേതനകൾ, വയലാറിൻ്റെ 1-2 പാട്ടുകൾ, അത്രയും ഞാൻ ഈ കൺവെൻഷൻ ഗീതങ്ങളിൽ അനുഭവിച്ചിട്ടില്ല. കൺവെൻഷൻ ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ തികച്ചും ഉപരിപ്ലവതയുടെ ജൽപ്പനങ്ങളാണ്. യാതൊരു അർത്ഥവും ആത്മീയമായ അനുഭവമില്ല. അതിപ്പോൾ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകൾ മാനദണ്ഡമായി നമ്മൾ ആ മാനദണ്ഡം ഉപയോഗിച്ച് നമ്മളിപ്പോഴുള്ള കൺവെൻഷൻ, ആ വർഷം തോറും പടച്ചു വിടുന്ന ഈ കൺവെൻഷൻ പാട്ടുകളുടെ ഈ ഒരു വലിയ വലിയ സമുദ്രമുണ്ട്. അത് 2 ദിവസം നിൽക്കത്തില്ല. കാരണം എന്താണ്? ഇത് അവിടെ ഇവിടെ നിന്നും വാക്കുകൾ പെറുക്കിയെടുത്ത് അടുക്കി പെറുക്കി ഇങ്ങനെ തരുന്നതാണ്. അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല, അനുഭവമില്ല, ആത്മീയമായ യാതൊരു വെളിച്ചവുമില്ല. പിന്നെ കാതിന് ഇമ്പം ഉണ്ടാകുമോ? 100 പേരുള്ള ഇപ്പം മാരാമണ്ണ കൊയറ് പാടുന്നു, അതിനകത്ത് ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീധനം പോലും 10 കിട്ടും. അറിയാമോ? അവിടെയും മാമോനാണ്. ഇപ്പം മാർത്തോമാ സഭയിലെ ഒരു അച്ഛനായാൽ പെണ്ണ് കിട്ടും. പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല ആദായവും ഉണ്ടാകും. മറ്റെല്ലാ സഭകളെക്കാളും മാർത്തോമാ സഭയിലെ അച്ഛന്മാർക്കാണ് ഇന്നത്തെ മാർക്കറ്റിൽ വില കൂടുതലെന്നതിന് യാതൊരു സംശയമില്ല. എനിക്ക് അവരോട് അസൂയുണ്ടായിട്ടല്ല പറയുന്നത്. നല്ലതാണ്, അത്രയെങ്കിലും ആയിക്കോട്ടെ. വെറും ചൂത്തയാകുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു 10 ലക്ഷം കൂടുതൽ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അതുകൊണ്ട് മാർത്തോമാ സഭയിൽ ഒരു അച്ഛനാകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആവേശമാണ്. യേശുവിനെ അറിയുവാനുള്ള ആവേശമാണോ? ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കാനുള്ള ആവേശമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഏതായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പോക്കാണെങ്കിൽ തട്ടുകേട് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും, തലകുത്തി നിന്നാലും, 4 ചാലിൽ കിടന്ന് ചാടിയാലും പോക്കാണ്. ദയവായി സത്യം തിരിച്ചറിയുക. ഇതല്ല മാർഗം, ഇതല്ല വഴി എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും ദയവായി തിരിച്ചറിയണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.